ബി.ജെ.പി. ആദ്യമായി നഗരസഭാ ഭരണം പിടിച്ച തിരുവനന്തപുരത്ത് വി രാജേഷ് മേയറാവാൻ കൂടുതൽ സാധ്യത തെളിയുകയാണ്. മേയറെ തീരുമാനിക്കുന്നതിൽ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ ആർ ശ്രീലേഖ അടക്കമുള്ളവർക്കും പരിഗണന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 30 വർഷത്തെ തുടർച്ചയായ ഇടത് ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ക്യാമ്പ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിലടക്കം വലിയ തരത്തിലുള്ള മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന കാര്യത്തിൽ അടക്കം ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ അടക്കം പരിഗണനകൾ വലിയ ചർച്ചകളിലേക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത കൈവന്നിരിക്കുന്നത്. ഒരുപക്ഷെ വി രാജേഷിന്റെ പേരിന് തന്നെയാണ് നിലവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രഥമ പരിഗണന. അതിനുശേഷം പരിഗണിക്കപ്പെടുന്നത് മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയുടെ പേരാണ്. എന്തായാലും ഈ രണ്ട് പേരുകളാണ് ചർച്ചകളിൽ നിറയുന്നത്. വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആയേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളുണ്ട്. എന്തായാലും 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തും എന്ന വാഗ്ദാനം അത് പാലിച്ചിരിക്കുമെന്ന് വി രാജേഷ് എന്ന മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു വിജയം എന്നതിനപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ടായ വലിയ വിജയത്തിലൂടെ ബി.ജെ.പി. മുമ്പോട്ട് വെക്കുന്നത്. അവരുടെ ലക്ഷ്യവും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് കൃത്യമായി എല്ലാ നേതാക്കളെയും പ്രത്യേകിച്ച് ദേശീയ നേതൃത്വത്തിന് അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരാളെ കൊണ്ടുവരാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ നേതൃത്വം ആർ ശ്രീലേഖയായിരിക്കുമോ അതോ വി രാജേഷിനെയുമായിരിക്കുമോ പിന്തുണയ്ക്കുക എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. അത് സംബന്ധിച്ച കൂടിയാലോചനകളൊക്കെ ഇന്നലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസത്തിനകം അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ബി.ജെ.പി. വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ തോൽവിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്താനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആര്യ തന്റെ ആരോഗ്യ പരിമിതികൾക്കുള്ളിൽ നിന്ന് പരമാവധി പ്രവർത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവരെ പരമാവധി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തോറ്റപ്പോൾ ഇതെല്ലാ കുറ്റവും കൂടെ കൊണ്ട് മേയറുടെ തലയിൽ ചാരാം, ജയിച്ചിരുന്നെങ്കിൽ നല്ല മേയർ എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, ചെയ്തിട്ടുണ്ട്. തലസ്ഥാന നഗരത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ നേമത്തും വട്ടിയൂർക്കാവിലും CPM ഇക്കുറി അടിതെറ്റി. കഴക്കൂട്ടത്ത് പിടിച്ചു നിന്നപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലും തിരിച്ചടി നേരിട്ടു. നേമത്തും വട്ടിയൂർക്കാവിലും കുതിച്ചു കയറിയ ബി.ജെ.പി. കഴക്കൂട്ടത്തും കരുത്തു കാട്ടി. വട്ടിയൂർക്കാവും തിരുവനന്തപുരവുമാണ് UDF-ന് തുണയായത്. രാജീവ് ചന്ദ്രശേഖര വലിയ ഉത്കണ്ഠയിലാണ്. ഈ പൂട്ടിയ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരുന്നല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെക്കടയിലേക്ക് പോയപ്പോൾ പൂട്ടിയത് തന്നെ തുറക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നുള്ളത് മനസ്സിലായി. നിയമസഭയിൽ ബി.ജെ.പിയുടെ അക്കൗണ്ട് സ്ഥിരമായി പൂട്ടിച്ചത് ആണെന്നാണ് വോട്ടെടുപ്പിന് ശേഷം നേമം MLA കൂടിയായ വി ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ അതത്ര എളുപ്പമാകില്ലെന്ന് തെളിയിക്കുന്നതായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേമമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിലെ ഫലം. 9 കൗൺസിലർമാരുണ്ടായിരുന്ന ഇടതുമുന്നണി 4-ൽ ഒതുങ്ങി. ബി.ജെ.പി. ആകട്ടെ നേരത്തെ ഉണ്ടായിരുന്ന 13 വാർഡുകൾ നിലനിർത്തി. 5 വാർഡ് അധികം നേടുകയും ചെയ്തു. UDF 1 വാർഡിൽ ഒതുങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേമത്തെ CPM-നെ കാത്തിരിക്കുന്നത് കടുത്ത പരീക്ഷണമെന്നുറപ്പാണ്. മേയർ ബ്രോയിലൂടെ പിടിച്ചെടുത്ത വട്ടിയൂർക്കാവ് തദ്ദേശത്തിൽ CPM-നെ കൈവിട്ടു. 12 സിറ്റിംഗ് വാർഡുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി 3-ൽ-1 ചുരുങ്ങി. MLA VK പ്രശാന്ത് മണ്ഡലം മുഴുവൻ ഓടി നടന്നിട്ടും 4 മാത്രമാണ് ജയിക്കാനായത്. ബി.ജെ.പി. 8-ൽ നിന്ന് 11 ഉയർന്നു. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന K മുരളീധരന് ആത്മവിശ്വാസം നൽകുന്നതാണ് UDF-ന്റെ പ്രകടനം. തിരിച്ചുവരവിന് സൂചന നൽകി 4-ൽ നിന്ന് 9 UDF സീറ്റുകൾ ഉയർത്തി. വലിയ തിരിച്ചടിയിലും ആശ്വസിക്കാവുന്ന ഫലമാണ് CPM-നും കടകംപള്ളി സുരേന്ദ്രനും കഴക്കൂട്ടം നൽകുന്നത്. കഴിഞ്ഞ തവണത്തെ മേൽക്കൈ നിലനിർത്താനായില്ലെങ്കിലും 10 വാർഡുകളിൽ ഇത്തവണയും ഇടതുമുന്നണി ജയിച്ചു. 4 വാർഡുകൾ നഷ്ടമായി. കടകംപള്ളിയുടെ കഴക്കൂട്ടത്തെ എതിരാളി B മുരളീധരൻ നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചപ്പോൾ ബി.ജെ.പി. 5-ൽ നിന്ന് 13 സീറ്റ് ഉയർത്തി. മുരളീധരന് ആത്മവിശ്വാസത്തോടെ കഴക്കൂട്ടത്ത് മത്സരിക്കാം. തീരദേശ മേഖലകൾ അടങ്ങിയ തിരുവനന്തപുരം സെൻട്രലിലെ പ്രകടനമാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് നഗരസഭയിൽ പ്രതീക്ഷകൾ മറികടന്നുള്ള വിജയം സമ്മാനിച്ചത്. 14 വാർഡുകളാണ് അന്ന് LDF ജയിച്ചു കയറിയത്. അത് ഇത്തവണ 8-ൽ ഒതുങ്ങി. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ തിരിച്ചുവരവ് നടത്തിയ കോൺഗ്രസ് 2-ൽ നിന്ന് 5-ലേക്ക് ഉയർന്നു. ബി.ജെ.പിയെ മോശമാക്കിയില്ല. 3-ൽ നിന്ന് 7 വാർഡുകളാണ് ബി.ജെ.പിയുടെ അക്കൗണ്ടിലെത്തിയത്. മാസങ്ങൾക്കിപ്പുറമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടാണ് ഈ മണ്ഡലങ്ങളിൽ മുന്നണികളും നേതാക്കളും
തദ്ദേശ പോരിനിറങ്ങിയത്. UDF-നും BJP-ക്കും പ്രതീക്ഷ നൽകുന്ന ഫലമുണ്ടായപ്പോൾ CPM-ന് ആശങ്ക ഉണ്ടാക്കുന്നതാണ് നഗരമണ്ഡലങ്ങളിലെ തദ്ദേശ ഫലം. PV അരുൺ, ന്യൂസ് 18.